ജിഷ്ണുവിന്റെ കുടുംബം നടത്തിവന്ന സമരത്തിനെതിരെ പത്രപരസ്യം വരെ ഇറക്കി അയവില്ലാത്ത നിലപാടെടുത്ത സർക്കാരും പോലീസ് നടപ്പാക്കിയത് ശരിയായ നടപടിയാണെന്ന രാഷ്ട്രീയ നിലപാടെടുത്ത സിപിഐഎമ്മും ഒടുവിൽ പിടിവാശി വിട്ട് മഹിജയുടെ സമരം അവസാനിപ്പിക്കാൻ സന്നദ്ധമായിരിക്കുന്നു. നല്ലതു തന്നെ. എം മണി മുതൽ പ്രകാശ് കാരാട്ട് വരെയുള്ള നേതാക്കൾ ആ കുടുംബത്തിന്റെ പോലീസിനെതിരായ പരാതികൾ കേൾക്കാൻ പോലും തയ്യാറായില്ല. ഒടുവിൽ സിപിഎം നേതൃത്വം ഒരു കാര്യം തിരിച്ചറിഞ്ഞു: പിടിവാശി അത് ഭരണത്തിനും രാഷ്ട്രീയത്തിനും നന്നല്ല. ആ തിരിച്ചറിവിലാണ് സീതാറാം യെച്ചൂരിയുടെ ഇടപെടലുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിലൂടെ മഹിജയെ കേൾക്കാൻ കൂടി തയ്യാറായതോടെ ദിവസങ്ങൾ നീണ്ട പിരിമുറുക്കം ഏതാണ്ട് ഒഴിയുകയാണ്. ജിഷ്ണു കേസിലെ മൂന്നാം പ്രതിക്ക് 93-ാം നാൾ വിലങ്ങു വീണതും ആ കുടുംബത്തിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി പ്രശ്നങ്ങളെ തുറന്ന മനസ്സോടെ സമീപിക്കുകയാണ് വേണ്ടത്. സമരങ്ങളെ വെറും അഭിനയങ്ങളായി കാണാതെ, കൂടെ കൂടിയ പൊതുപ്രവർത്തകരെയും കണ്ടുനിന്നവരെയും ഗൂഢാലോചനക്കാരായി കാണാതെയും മുന്നോട്ടു പോകാനാകുമോ സർക്കാരിന്? അതാണ് ഇനി അറിയാനുള്ളത്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു ഈ വിഷയങ്ങൾ, ഈ പ്രശ്നങ്ങൾ. ആദ്യം പ്രധാന വാർത്ത നോക്കാം. പിടിവിട്ട സർക്കാർ പിടിവാശി ഉപേക്ഷിച്ചു. ജിഷ്ണുവിന്റെ കുടുംബം നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. മുഖ്യമന്ത്രി മഹിജയുമായി ഫോണിൽ സംസാരിച്ചു. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ജിഷ്ണു കേസിൽ മൂന്നാം പ്രതി ശക്തിവേൽ അറസ്റ്റിൽ. തിരുവനന്തപുരം നന്ദൻകോട് ദമ്പതികളടക്കം 4 പേർ കൊല്ലപ്പെട്ട നിലയിൽ 3 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കാണാതായ മകനായി ലുക്കൌട്ട് നോട്ടീസ്. വെള്ളായണിയിൽ കേസന്വേഷിക്കാനെത്തിയ ASIയെ യുവാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പോലീസിനെ വിമർശിച്ചും വിജിലൻസ് തലപ്പത്തേക്ക് തിരിച്ചുവരില്ലെന്ന സൂചനയും നൽകി ജേക്കബ് തോമസ്. തണലാകേണ്ടവർ താണ്ഡവമാടുന്നു. അധികാരത്തിലെത്തിയാൽ സ്വന്തക്കാർക്ക് കസേര ഉറപ്പാക്കുകയാണ് ചിലരുടെ ലക്ഷ്യമെന്നും ജേക്കബ് തോമസ്. ഗോവധ നിരോധനം രാജ്യവ്യാപകമാക്കണമെന്ന് RSS തലവൻ മോഹൻ ഭാഗവത്. കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണത്തിന് തയ്യാറാകണം. ഗോസംരക്ഷണത്തിന്റെ പേരിലുള്ള നിയമലംഘനം ഉദ്ദേശശുദ്ധി ഇല്ലാതാക്കുമെന്നും ഭാഗവത്. പാതയോരത്തെ മദ്യവിൽപ്പന നിരോധനം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ. ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ കത്ത്. ഉത്തരവ് മറികടക്കാൻ കുറുക്കു വഴികൾ തേടി ബാർ ഉടമകൾ. RK നഗർ ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചേക്കും. വോട്ടിനായി പണമൊഴുക്കുന്നുവെന്ന് ആരോപണം. ശശികല വിഭാഗം 89 കോടി രൂപ വോട്ടർമാർക്ക് നൽകിയെന്ന് കണ്ടെത്തൽ. പിടിവാശി അയയുന്നു. സമരം ഒത്തുതീർപ്പിലേക്ക്. ജിഷ്ണുവിന്റെ കുടുംബം നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. മുഖ്യമന്ത്രി മഹിജയുമായി ഫോണിൽ സംസാരിച്ചു. പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രശ്നം അവസാനിപ്പിക്കാൻ CPIM കേന്ദ്ര നേതൃത്വവും ഇന്ന് ഇടപെട്ടിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ജിഷ്ണു കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ CP ഉദയഭാനു ആണ് ഇക്കാര്യം പുറത്തു പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതാണ്ട് ഇതേ നിലയിൽ കാര്യങ്ങൾ പോവുകയാണോ? കുടുംബം നടത്തിവന്ന സമരം പൂർണ്ണമായും അവസാനിക്കുന്ന ഘട്ടത്തിലാണോ? മുഖ്യമന്ത്രിയുടെ ഫോൺ വിളി, നൽകിയ ഉറപ്പുകൾ, ചർച്ചയിലെ പൊതുവായ വിവരങ്ങൾ. ശ്രീജിത്ത്. തീർച്ചയായും ശരത്ത്, സമരം ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയെന്നത് സംബന്ധിച്ച് എഴുതി തയ്യാറാക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് 3/4 മണിക്കൂറായി. ഇതിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ഒപ്പം തന്നെ സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്, ഒപ്പം തന്നെ സ്റ്റേറ്റ് അറ്റോർണിയും KB സോഹനും ഹാജരായിരുന്നു. ഇവരും ഒപ്പം തന്നെ ജിഷ്ണുവിന്റെ കുടുംബവും ശ്രീജിത്തിലേക്ക് മടങ്ങി വരാം. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്, അതുകൊണ്ട് ശ്രീജിത്തിലേക്ക് വീണ്ടും പോകേണ്ടതായുണ്ട്. പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട വിവരം, സമരം ഒത്തുതീരുകയാണ്, ഒത്തുതീർപ്പിലേക്ക് തന്നെ നീങ്ങുന്നു, വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇങ്ങനെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ന്യൂസ് 18 കേരളമാണ് വളരെ പ്രധാനപ്പെട്ട വിവരം ഇന്ന് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. CPM കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു. സീതാറാം യെച്ചൂരിയുടെ ടെലിഫോൺ വിളി ജിഷ്ണുവിന്റെ കുടുംബത്തിലേക്ക് എത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉയർന്നത്. ബാഹ്യശക്തികളുടെ ഇടപെടൽ നിങ്ങളുടെ ഈ സമരത്തിൽ എത്രമാത്രം എന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിന് അവരുടേതായ മറുപടി.
അത്തരം ഒരു ബാഹ്യ ഇടപെടലും ഇപ്പോൾ ആരോപിച്ചതുപോലെ തങ്ങൾക്കില്ല. ഷജീർ ഖാനുമായി മാത്രമാണ് ഇക്കാര്യത്തിൽ നേരിട്ട് അറിവുള്ള ഏക വ്യക്തി എന്നതുപോലെയുള്ള വിവരങ്ങൾ കൈമാറുന്നു. തുടർന്ന് സമരം അവസാനിപ്പിക്കുന്നതിനുള്ള സമയം ചോദിക്കൽ ഉണ്ടാകുന്നു. ഈ വിവരങ്ങളാകെ ന്യൂസ് 18 പുറത്തുവിട്ട് ഏറെ നേരത്തിനു ശേഷമാണ് മറ്റു മാധ്യമങ്ങൾ സമാനമായ വഴിയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. തുടർന്നാണ് വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടായത്. അഡ്വക്കേറ്റ് CP ഉദയഭാനു ശ്രീജിത്തുമായി, ജിഷ്ണുവിന്റെ അമ്മാവനുമായി സംസാരിക്കുന്നു. അതിനെ തുടർന്ന് ഉദയഭാനു തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രിയിൽ നിന്നൊരു ഫോൺ വിളി മഹിജയിലേക്ക് പോയി എന്ന വിവരം പുറത്തു വരുന്നു. അങ്ങനെ സ്ഥിരീകരിക്കാവുന്ന നിലയിൽ ദില്ലിയിൽ CPM കേന്ദ്ര നേതൃത്വത്തിലെ ഇടപെടലിന്റെ തുടർച്ചയിൽ സർക്കാരും CPM-ഉം ഒരേ മനസ്സോടെ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ പിന്നാലെ സ്വീകരിക്കുകയായിരുന്നു. പ്രതിപക്ഷ സമരം വളരെ ശക്തമായി സജീവമായി മറുഭാഗത്ത് തുടരുന്നു, വിമർശനങ്ങൾ തുടരുന്നു. ഇതൊക്കെയാണ് ഇന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഏതായാലും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ തയ്യാറാക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ PC വിഷ്ണുനാഥ്, അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണുള്ളത്. ശ്രീ A വിജയരാഘവനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ PC വിഷ്ണുനാഥ്, അയവില്ലാത്ത നിലപാടായിരുന്നു ഇന്നലെ സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. സമരത്തിന്റെ കാര്യത്തിൽ ആ കുടുംബവും ഉറച്ച നിലപാട് സ്വീകരിച്ചു. പരസ്യം വരെ പുറത്തു വന്ന സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. പക്ഷേ ഇന്ന് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. ആ അയവില്ലാത്ത നിലപാടിൽ നിന്ന് സർക്കാർ മാറുന്നു. സമവായ ചർച്ചകൾ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ ഈ സമരം അവസാനിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നു. അത്രയും നല്ലത് എന്ന് പറയാമല്ലോ എല്ലാവർക്കും, അല്ലേ വിശ്വനാഥ്? സമരം അവസാനിക്കുന്നതിൽ സന്തോഷമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ളത്. കാരണം അത്രമേൽ ഉള്ളു പൊള്ളി മനസ്സ് വെന്ത് ഒരമ്മ നടത്തിയ ഒരു ഗാന്ധിയൻ സമരത്തോട് കേരളത്തിൻ്റെ പൊതുസമൂഹം ഐക്യദാർഢ്യപ്പെട്ടിരുന്നു. 1. 2, ഈ കാര്യത്തിൽ 2 ഘട്ടങ്ങളിലും സർക്കാരായിരുന്നു അവരെ സമരത്തിലേക്ക് എത്തിച്ചത്. ഒന്നാമത്തെ ഘട്ടം അവർ മുഖ്യമന്ത്രിയെ കാണാനും DGPയെ കാണാനും ഇതിന് തൊട്ടു മുമ്പ് ഒരു അവസരത്തിൽ സമരത്തിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിക്കുവാനും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ വീടൊന്ന് സന്ദർശിക്കണമെന്ന് ഒരു തുറന്ന കത്തിൽ കൂടി ആവശ്യപ്പെടാനും ഒക്കെയുള്ള സാഹചര്യം സൃഷ്ടിച്ചത് സർക്കാരാണ്. കാരണം ഈ കാര്യത്തിൽ ആത്മഹത്യ ആണെന്ന മാനേജ്മെന്റിന്റെ വാദത്തെ ശരിവെക്കുന്ന FIR ഇട്ട പോലീസ്, പോസ്റ്റ്മോർട്ടത്തിൽ നടത്തിയ തിരിമറി, പ്രതിക്ക് കോടതിയിൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് DGP തന്നെ കോടതിയിൽ നടത്തിയ ഒത്തുകളി, മറ്റു പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാവകാശം കൊടുത്തത്, കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ, അതതിൻ്റെ 1ാം ഘട്ടം. അതിനുശേഷം പ്രതികളെ പിടിക്കാതിരിക്കുകയും പിടിച്ചവർ സ്വൈര്യവിഹാരം നടത്തുകയും ചെയ്തപ്പോഴാണ് അന്ത്യശാസനങ്ങൾക്ക് ഒടുവിൽ അവരൊരു സമരം അല്ലെങ്കിൽ DGPയെ നേരിൽ കാണുന്ന ഒരു ആവശ്യമായി വരുന്നത്. അവിടെ ഉണ്ടായത് അതിക്രമമാണ്. അതിക്രമത്തിന് ശേഷം ഉണ്ടായത് എന്താണ്? പച്ചക്കള്ളം മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. പോലീസ് അതിന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. മാധ്യമങ്ങളെല്ലാം വിഷ്വൽസ് കാണിക്കുമ്പോഴും അങ്ങനെ ഒരു വിഷ്വലും ഇല്ല എന്ന് പറയുകയാണ്. അവരുടെ പരിക്ക് അവര് പോലീസിനെ കാണിക്കുന്നു, ആശുപത്രി റെക്കോർഡുകൾ പുറത്തു വരുന്നു, എന്നിട്ടും ഒരതിക്രമവും നടന്നില്ല എന്ന് പറയുന്നു. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് 50-55 ലക്ഷം രൂപയ്ക്ക് പരസ്യം കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു, പിന്നെ CP ഉദയഭാനു ഇടപെടുന്നു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. 4 ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി തന്നെ അവരോട് മാന്യമായി, അവരിപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? പ്രതികളെ പിടിക്കണമെന്നുള്ളതാണ്, അവർ രക്ഷപ്പെടരുതെന്നുള്ളതാണ്. അതിനുശേഷമാണ് അതിക്രമത്തിന്റെ ഇഷ്യൂവും കൂടെ വരുന്നത്. ഇതെല്ലാം വരുത്തി വെച്ചത് സർക്കാരാണ്. എന്തായാലും ആ അമ്മയുടെയും കുഞ്ഞുമകളുടെയും ബന്ധുക്കളുടെയും ഗാന്ധിയൻ സമരം അവസാനിക്കുന്നതിൽ പൊതുസമൂഹത്തിന്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ഏതായാലും ഒരു ഗാന്ധിയൻ സമരം വിജയം കാണുന്നതിലെ പ്രത്യേകമായ സന്തോഷവും PC വിശ്വനാഥ് പങ്കുവെക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് വീണ്ടും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ തയ്യാറാക്കുന്നു എന്ന സൂചനയാണ് നേരത്തെ ശ്രീജിത്തിന്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയത്. ശ്രീജിത്ത്, തീർച്ചയായും അത് സ്ഥിരീകരിക്കാവുന്നതാണ്. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു. ഇത് മുഖ്യമന്ത്രിയുമായി ഫോണിൽ വിളിച്ച് ഇക്കാര്യങ്ങൾ ഒന്നുകൂടി കേൾപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ മാധ്യമങ്ങളെ കാണുമെന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിലേക്ക് ഇപ്പോൾ അവർ മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് എത്താൻ തുടങ്ങിയാണ്. ശരത്ത്, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്.
MV ജയരാജൻ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ MV ജയരാജൻ ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതായത് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ MV ജയരാജൻ കൂടി പങ്കുചേരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ നിർണായകമായിരുന്നു. അതിൽ മുഖ്യമന്ത്രി കൃത്യമായ ഉറപ്പുകൾ നൽകുന്നു. IG-യുടെ റിപ്പോർട്ട് അനുസരിച്ച് കൃത്യമായ നടപടി ഉണ്ടാകാം എന്നൊരു ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. മാത്രമല്ല മുഴുവൻ പ്രതികളെയും പിടിക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നു. എന്തായാലും ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ജിഷ്ണുവിന്റെ കുടുംബവുമായി MV ജയരാജൻ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി വരും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജിഷ്ണുവിന്റെ കുടുംബം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വളരെ വിശദമായ അവർ തമ്മിൽ ഒരു ആശയവിനിമയം നടത്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് മാത്രമേ ഞങ്ങൾ എത്തൂ എന്നൊരു ഉറപ്പ് അവർ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതികളെ പിടിക്കണമെന്ന അവരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. ചില പ്രതികളെ ഒരു പ്രതിയെ പിടിക്കുകയും മറ്റു ചിലരെ ഉടൻ തന്നെ പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസവും മുഖ്യമന്ത്രി മഹിജയെ അറിയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസുകാർക്കെതിരായ നടപടിയാണ്. ഒരുപക്ഷെ നാളെ പ്രത്യേക മന്ത്രിസഭായോഗം ചേരുന്നുണ്ട്. ആ മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായേക്കും എന്നുള്ളതാണ് നമുക്കറിയുന്നത്. എന്തായാലും ആ നിർണായകമായ പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും ജിഷ്ണുവിന്റെ കുടുംബത്തിൽ നിന്നും ഒപ്പം തന്നെ സർക്കാർ പ്രതിനിധികളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ശരത്, ശ്രീജിത്ത്, രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, IG-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ടിൽ ഒരിടത്തും പോലീസ് അതിക്രമം കാട്ടിയതായ ഒരു കാഴ്ചപ്പാടുണ്ടാവാൻ ഇടയില്ല. ഒന്ന്, അത്തരമൊരു പ്രശ്നത്തിൽ ആ റിപ്പോർട്ടിനെ മാത്രം ആധാരമാക്കി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാകുമോ? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ മധ്യസ്ഥ ശ്രമത്തിൽ ഉയരുന്ന ഒത്തുതീർപ്പ് ഫോർമുല അത് മുഖ്യമന്ത്രിയുമായി ടെലിഫോണിലൂടെ സംസാരിച്ച് ധാരണയായതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദൂതനായി മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായിട്ടായിരിക്കില്ലേ MV ജയരാജന്റെ വരവ് ആശുപത്രിയിലേക്ക്? തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ദൂതനായി തന്നെയാണ് MV ജയരാജന്റെ വരവ്. നമ്മൾ പലതവണ MV ജയരാജനുമായി നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം താൻ എത്താറായിട്ടില്ല എന്നുള്ള നിലപാടാണ്. പക്ഷേ ഇന്ന് തന്നെ സമരം തീരും എന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചു. തീർച്ചയായും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വരവ്. രണ്ടാമത്തെ വിഷയം, IG-യുടെ റിപ്പോർട്ടിൽ തീർച്ചയായും ആദ്യ ഒരു റിപ്പോർട്ട് നൽകിയപ്പോഴും കാര്യമായ വീഴ്ചകളില്ല എന്നുള്ള റിപ്പോർട്ടാണ്. പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ DGPക്ക് തീരുമാനമെടുക്കാം എന്നൊരു അവസാന വരി കൂടി അദ്ദേഹം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ DGP ഒരുപക്ഷെ ഈ വിഷയം പരിശോധിച്ച ശേഷം സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുമ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ അദ്ദേഹത്തിന്റെ കൂടി അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നമുക്ക് ലഭ്യമാകുന്ന അനൌദ്യോഗിക വിവരമനുസരിച്ച് മ്യൂസിയം SIക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടി ഉണ്ടാകും. കണ്ടോൺമെന്റ് AC KE ബൈജുവിനെതിരെ സ്ഥലം മാറ്റം പോലുള്ള നടപടികൾ ഉണ്ടാകും എന്നതാണ് അനൌദ്യോഗിക വിവരമാണ്. ഇവിടെ ഏതാണ്ട് ചർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന ചില ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ പങ്കെടുത്തവരിൽ നിന്നും ലഭിക്കുന്ന അനൌദ്യോഗിക വിവരമാണുള്ളത്. എന്തായാലും ഉടൻ തന്നെ ശരത്ത് ഇവർ പുറത്തേക്ക് ഇറങ്ങി വരും. അതിനായുള്ള കാത്തിരിപ്പിലാണ്. എല്ലാ ക്യാമറകളും അതിനായുള്ള കാത്തിരിപ്പിലാണ്. ഏതാണ്ട് 5 ദിവസമായി കേരളം വളരെ കാത്തിരുന്ന ഒരു പ്രഖ്യാപനം, അതായത് വളരെ ഗൗരവത്തോടെ കാത്തിരുന്ന. എപ്പോൾ അവിടെ നിന്നൊരു പുതിയ വിവരം വന്നാലും അതിലേക്ക് തന്നെ പ്രൈം ഡിബേറ്റ് വളരെ വേഗം മടങ്ങി വരും. ശ്രീ ഭാസുരേന്ദ്ര ബാബുവും ശ്രീ PC വിഷ്ണുനാഥിനൊപ്പം ശ്രീ ഭാസുരേന്ദ്ര ബാബുവും ശ്രീ ജേക്കബ് ജോർജും ചർച്ചയിൽ തുടരുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കറിനെ പ്രതീക്ഷിക്കുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ വിഷയമുണ്ടായി നമ്മൾ ചർച്ച ചെയ്ത ആദ്യ ദിവസം തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ചേളാരി പ്രസംഗത്തിലെ പരസ്യ നിലപാടിനെ അന്ന് പറയേണ്ടി വന്നൊരു രാഷ്ട്രീയ സാഹചര്യം എന്ന നിലയ്ക്ക് മാത്രമേ ശ്രീ ഭാസുരേന്ദ്ര ബാബു അംഗീകരിച്ചിരുന്നുള്ളൂ. മറ്റു റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ തിരുത്തലുകൾ ഉണ്ടാകാം എന്ന പ്രതീക്ഷയാണ് ഭാസുരേന്ദ്ര ബാബു പങ്കുവച്ചത്. പക്ഷെ അവിടെ നിന്ന് വീണ്ടും ഉറച്ച നിലപാടോടെ തന്നെയാണ് സർക്കാർ പോയത്. പരസ്യം വരെ അക്കാര്യത്തിൽ ഇറക്കി. ആ സമരം, ഏതൊരു സമരവും ആ സമരങ്ങൾക്ക് അതിൻ്റെതായ മാന്യതയും ജനാധിപത്യപരമായ ഒരു ഉയർന്ന തലവുമുണ്ട് എന്ന് ഈ സമരവും ബോധ്യപ്പെടുത്തുന്നു. ഒടുവിൽ ഈ പറഞ്ഞ പിടിവാശി സർക്കാർ വിടുന്നു. മുൻ നിലപാടുകൾ തിരുത്താൻ തയ്യാറാകുന്നു എന്നും വേണ്ടേ മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു സമരത്തോട് അനുഭാവപൂർവ്വമായി സർക്കാർ പ്രതികരിക്കുന്നു എന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നാണക്കേടായി കരുതേണ്ടതുണ്ടോ ശ്രീ ഭാസുരേന്ദ്ര ബാബു? അല്ല, സർക്കാർ സത്യത്തിൽ ഒരു വ്യക്തിയൊന്നുമല്ലാത്തത് കൊണ്ട് താങ്കൾ സൂചിപ്പിച്ചതുമാതിരി നാണക്കേടുകയോ നാണം ഉള്ളവരാകുകയോ ഇല്ലാത്തവരാകുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പ്രശ്നം എന്താ? ഇതുമായി ബന്ധിപ്പിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഹിജയും അവരുടെ കുടുംബാംഗങ്ങൾ, വിഷ്ണു പ്രണോയുടെ കുടുംബാംഗങ്ങളും ഇവിടെ വന്ന എന്തിനായിരുന്നു? മുഴുവൻ ആളുകളെയും പിടിക്കുക എന്ന ആവശ്യം മുൻനിർത്തിയായിരുന്നു. ഇപ്പോൾ നമുക്ക് 3 ആളുകളാണ് ഇനി പിടികിട്ടേണ്ടിയിരുന്നതിനകത്ത് ഒരാൾ പിടിക്കപ്പെട്ടു എന്ന് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, ശക്തിവേൽ. രണ്ടാമത്തെ ആൾ പിടിച്ചു എന്ന് അനൌദ്യോഗിക വാർത്ത വന്നിരിക്കുന്നു, പ്രവീൺ.
ഇനി ഒരാളെ മാത്രമേ പിടിക്കേണ്ടതുള്ളൂ. ആ അർത്ഥത്തിൽ അവർ ആഗ്രഹിച്ച കാര്യം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ എന്താണ്, നമുക്ക് അനഭിലഷണീയമെന്ന് പറയാവുന്ന നിലയ്ക്ക് ചില ഏറ്റുമുട്ടലുകൾ അടുത്തു വരുന്ന ചില സംഭവഗതികൾ, പോലീസിന്റെ എക്സസ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്ന ചില സംഭവഗതികൾ, മഹിജയും ആ നിലപാടെടുത്തിട്ടുള്ള ആളാണ്, അതുപോലെ ശ്രീജിത്തും. ആ നിലയ്ക്ക് ആ സംഭവത്തിന്റെ പ്രശ്നമാണ്. അതിനും താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത് മാതിരി, താങ്കളുടെ റിപ്പോർട്ട് ചെയ്ത മാതിരി അതിനും പരിഹാരമായിരിക്കുന്നു. സത്യത്തിൽ ഇന്നത്തെ ഈ രാത്രി പരിഹാരങ്ങളുടെ രാത്രിയാണ്, പ്രശ്നങ്ങളുടെ രാത്രിയല്ല. അങ്ങനെ പരിഹരിക്കുമ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമായി കാണണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നത് മാതിരി ഞാനും ആഗ്രഹിക്കുന്നു. എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ ഒരു ആഗ്രഹമുള്ളവരായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ കരുതുമ്പോൾ തന്നെ എനിക്ക് ശരത്തെ പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ 20 വർഷമായി കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു അതീശാധികാര ശക്തിയായി സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ്, അത് സമുദായ മാനേജ്മെന്റ് ആയിക്കോട്ടെ വൈയക്തിക മാനേജ്മെന്റ് ആയിക്കോട്ടെ, നിലനിൽക്കുകയായിരുന്നു. ഈ 15 വർഷങ്ങൾ 20 വർഷങ്ങൾക്കുള്ളിൽ ഇപ്പോഴിതാ ചോദിക്കാൻ ധൈര്യമുള്ള, നട്ടെല്ലുള്ള, എല്ലുറപ്പുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്നിരിക്കുന്നു. പഴയ 59-ലെ വിമോചന സമരം നമുക്കറിയാം. ആ വിമോചന സമരം പോലെ തന്നെ ബാബു, ഞാൻ മടങ്ങി വരാം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അഡ്വക്കേറ്റ് CP ഉദയഭാനുവും ശ്രീ MV ജയരാജനും ഞങ്ങൾ ഇന്ന് കുടുംബാംഗങ്ങളുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് കാര്യങ്ങൾ തീർന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് മഹിജയും മകളും ശ്രീജിത്തും വെള്ളം കുടിച്ച് അവരുടെ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചിരിക്കുകയാണ്. മറ്റെല്ലാ കാര്യങ്ങളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചിട്ട് എല്ലാ സമരവും പിൻവലിക്കാനും തീരുമാനിച്ചു. എല്ലാ സമരവും പിൻവലിക്കും. എന്താണ് സർക്കാർ കൊടുത്ത ഉറപ്പ്? സർക്കാർ കൊടുത്ത ഉറപ്പ് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. എഗ്രിമെന്റുകളുടെ കോപ്പി തരുന്നതായിരിക്കും. അറസ്റ്റ് പ്രതികളുടേത് വേണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ആ കാര്യത്തെ സംബന്ധിച്ച് ഇന്ന് 3-ാം പ്രതിയുടെ അറസ്റ്റ് നടന്നു. മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ജാഗ്രതാപൂർണ്ണമുള്ള പ്രവർത്തനം അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ 5-ാം തീയതിക്ക് മുമ്പുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി ആ കുടുംബത്തിനുണ്ട്. 5-ാം തീയതിക്ക് ശേഷമുണ്ടായ സംഭവത്തിൽ മുഖ്യമന്ത്രി മഹിജയുമായി സംസാരിച്ചു. മഹിജ ആവശ്യപ്പെട്ട പ്രകാരം മഹിജയുടെ പരാതിയിൽ ഉചിതമായ നടപടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമവിധേയമായി തന്നെ എടുക്കും എന്നാണ് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. അത് മുഖ്യമന്ത്രി പരിശോധിക്കും. നിയമപരമായ നടപടികൾ എടുക്കും എന്ന് നിയമപരമായ പരിശോധനകൾക്ക് ശേഷം അത് അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മമായി നിങ്ങൾ എല്ലാവരും വായിക്കണം. 10 കാര്യങ്ങളടങ്ങിയ അഗ്രിമെന്റാണ് ഈ ഞങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായ സോഹൻ സാറും ഞങ്ങളുടെ കേസിന്റെ നടത്തിപ്പിന് ഞങ്ങൾ വിശ്വാസപൂർവ്വമായി ഏൽപ്പിച്ച CP ഉദയഭാനു അദ്ദേഹവുമാണ് ഞങ്ങളുമായുള്ള ചർച്ചയ്ക്ക് സർക്കാർ നിയോഗിച്ചത്. അത്രയും വിശ്വസ്തർ വേറെ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ഒരു മടിയും കൂടാതെ തന്നെ അംഗീകരിച്ചു എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ ഒരു പ്രധാന കാര്യമുണ്ട്. ഞങ്ങളുടെ മഹിജേച്ചിയുടെ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങൾ നിരാഹാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോഹൻ സാറ് അഭിഷ്ണയോട് നിരാഹാരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടും. അതിനുശേഷം ഞാൻ പറയും, അപ്പോൾ അവളെ നിരാഹാരം അവസാനിപ്പിക്കും. അതാണല്ലോ നമ്മുടെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് സോഹൻ സാറിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുക. അഭിഷ്ണ അമ്മയോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മയും മറ്റെല്ലാവരും അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മ വെള്ളം കഴിച്ചു. അതുകൊണ്ട് മഹിജയും വെള്ളം കഴിക്കണം. എന്നിട്ട് നിരാഹാരം അവസാനിപ്പിച്ച് ആരോഗ്യത്തോടെ നിൽക്കണം കേട്ടോ. തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനുള്ള എല്ലാ സഹകരണവും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. സർക്കാർ എല്ലാ നടപടികളും സർക്കാർ പ്രോമിസ് ചെയ്തതുപോലെ എടുത്തിരിക്കും. അതിന് ഞങ്ങൾ സർക്കാരിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചിട്ട് അമ്മയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. മോളു നമ്മളെ സമരം ഗംഭീരമായി വിജയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും എല്ലാവരോടും നമ്മുടെ കൂടെയുണ്ടായിരുന്നു. ആ വിജയമാണ്. മോള് സമരം അവസാനിപ്പിക്കണം. അമ്മ അവസാനിപ്പിച്ചു. ഇതാ നീ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കും. മോള് പറ. ഹലോ
മോളൂന് വെള്ളം കൊടുത്തോ? ഹലോ ഹലോ, വെള്ളം അവിഷ്ണ വെള്ളം കുടിച്ചോ? ഓക്കെ 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 ഓക്കെ. ഇത് നിങ്ങളുടെ വിജയമാണ്. കേരളത്തിന് നന്ദി, ജനങ്ങൾക്ക് നന്ദി, എല്ലാവർക്കും നന്ദി, സർക്കാരിന് നന്ദി. ഈ വിജയം നീതിയുടെ വിജയമാണ്. നീതിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമാണ്. മറ്റെല്ലാ തെറ്റിദ്ധാരണകളും ഒഴിവാക്കണം. നന്ദി നന്ദി. ഞാൻ ഈ കുടുംബത്തിന്റെ വക്താവായി മാത്രമാണ് സംസാരിച്ചത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് മഹിജയും അവിഷ്ണയും ജിഷ്ണുവിൻ്റെ അച്ഛൻ അശോകനുമാണ്. മാധ്യമങ്ങളോട് നിങ്ങളോട് ഒക്കെയുള്ള സൗഹൃദവും സ്നേഹവും കൊണ്ട് എളുപ്പത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിയാണ്. ഇതിൻ്റെ സാരഥി ഞാനല്ല, ഇവരാണ്, ഞങ്ങളുടെ കുടുംബമാണ്, ഈ നാടാണ്, ഈ ജിഷ്ണുവിൻ്റെ സഹപാഠികളാണ്. അതുൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സമരം അവസാനിപ്പിച്ചു എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സർക്കാർ എടുത്ത നടപടിയിൽ പൂർണ്ണ തൃപ്തി. IG-യുടെ റിപ്പോർട്ടിനേക്കാൾ വലുതാണ് കേരള മുഖ്യമന്ത്രിയുടെ വാക്ക് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കേരള മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ പെങ്ങൾക്ക്, ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച, കുടുംബത്തിനോടൊപ്പം എന്ന് പ്രഖ്യാപിച്ച ശേഷം ഞങ്ങളുടെ പെങ്ങളെ ഫോണിൽ വിളിച്ചു. അതിനുശേഷം അവൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഈ ഉറപ്പ് പാലിക്കപ്പെടുന്നതിന് ഇവർ കാവലാളായി ഉണ്ടാകും. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ, അദ്ദേഹത്തിന്റെ വാക്കിൽ ഞങ്ങൾക്ക് അതിയേറെ വിശ്വാസവുമുണ്ട്. മറ്റു പ്രതികളെ എത്രയും വേഗം പിടിക്കാനുള്ള ശക്തമായ നടപടികളുണ്ട്. ഇന്ന് ഓൾറെഡി ഒരാളെ പിടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ആരെയും വഴിയിൽ ഉപേക്ഷിക്കില്ല. കേരള സമൂഹത്തിന് ന്യായമാണെന്ന് അതിൻ്റെ പ്രതിനിധികളെയൊക്കെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ആണ് ഞങ്ങൾ ഈ കരാർ ഏർപ്പെടുത്തത്. ഈ കരാർ വായിച്ചാൽ ആ സംശയങ്ങളൊക്കെ മാറും. ഗൂഢാലോചന എന്നത് പൊളിയും. അപ്പോൾ ഷാജിർ ഖാനും കുടുംബവും ഉൾപ്പെടെയുള്ളവർ പുറത്തേക്കിറങ്ങും. പോരെ, ഇതാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച. സ്വാമിയെ ഞങ്ങൾക്ക് ബന്ധമില്ല, ഷാജഹാനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഷാജിർ ഖാനും കുടുംബവും അദ്ദേഹത്തോടൊപ്പമുള്ള സഹായം ഞങ്ങൾ ആവശ്യപ്പെട്ടു വന്നതാണ്. അവരെ ജയിലിൽ കിടത്തിക്കൊണ്ട് മടങ്ങാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല. അവർക്ക് എത്രയും വേഗം നിയമസഹായം നൽകാൻ കഴിയാവുന്ന അദ്ദേഹമാണ്. അദ്ദേഹം തന്നെ പറയും. ചർച്ചയിൽ ഇവർ സമ്മതിച്ചിട്ടുണ്ട്. KM ഷാജഹാനെയും സ്വാമിയെയും ഇവർ ക്ഷണിച്ചിട്ടില്ല. ഇവരെ അറിയാതെ അവർ കയറിയതാണ് എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എഗ്രിമെന്റ് എഴുതി. ഷാജിർ ഖാനെയും ഭാര്യയെയും അവർക്ക് തിരുവനന്തപുരത്ത് വരാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കാൻ അവർ ആവശ്യപ്പെട്ടിരുന്നെന്നും അതിനടിസ്ഥാനത്തിലാണ് അവരെ ഫോളോ ചെയ്തതെന്നും അവർ സമ്മതിച്ചിട്ടുണ്ട്. അത്തരം സത്യസന്ധമായ കാര്യങ്ങൾ അവർ സമ്മതിച്ച സ്ഥിതിയിൽ ഞങ്ങളെല്ലാം അംഗീകരിച്ച് മുഖ്യമന്ത്രിയുടെ ഉറപ്പും അവർക്ക് കൊടുത്തു. കാര്യം വളരെ സന്തോഷമായി തീർന്നു. ഇനി മഹിജയുടെ ആരോഗ്യ നില മെച്ചപ്പെടുന്നതനുസരിച്ചിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മഹിജ നാട്ടിലേക്ക് തിരിച്ചു പോകും. അല്ലല്ല, അവരത് സമ്മതിച്ചിട്ടുണ്ട്. ഷാജഹാനെ വിളിച്ചിട്ടില്ല. ഇവർ ഷാജിർ ഖാനും ഭാര്യയും മകളും ഈ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് ഇവരൊക്കെ അറസ്റ്റ് ചെയ്തത്. ഷാജഹാനെയും സ്വാമിയെയും ഇവർ വിളിച്ചിട്ടേ ഇല്ല. ഇവർ ആവശ്യപ്പെട്ടല്ല അവർ വന്നത് എന്ന് അവർ എഗ്രിമെന്റിൽ പറയുകയും ഞങ്ങളുടെ മീറ്റിംഗിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. സംശയമില്ല, അതിൽ സംശയമില്ല. ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. അത് ഇൻവെസ്റ്റിഗേഷനിലാണ് തീരുമാനിക്കേണ്ടത്. അവരെന്തോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇവർ പറഞ്ഞതനുസരിച്ചുള്ള എഗ്രിമെന്റ് മാത്രം. ഷാജിർ ഖാൻ അറിയില്ല. ഷാജിർ ഖാന്റെ ഞങ്ങളുടെ എഗ്രിമെന്റിൽ അവര് അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. കേസിന്റെ രേഖകൾ പരിശോധിച്ച് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ഒരു മറുപടി പറയാൻ കഴിയൂ. ഞങ്ങൾ ഈ എഗ്രിമെന്റിൽ പറഞ്ഞതെന്ന് മാത്രമാണ്. ഇവരുമായിട്ടുള്ള എഗ്രിമെന്റ് ആണത്.
അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്താണ് എന്നൊന്നും അതിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ അതിൽ യാതൊരു ഇതുമില്ല. ഇവർക്ക് കോളേജിലെ ആളുകൾക്കെതിരെ നടപടിയെടുക്കുക, അതിൻ്റെ ജിഷ്ണുവിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തും എന്ന് സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ മഹിജ ഡോക്ടർമാരുടെ തീരുമാനമനുസരിച്ച് മഹിജ ആരോഗ്യനില മെച്ചപ്പെടുന്നതനുസരിച്ച് മഹിജ തിരിച്ചു. പോലീസ് മർദ്ദിച്ചു എന്നുള്ള ഉറച്ചു നിൽക്കുക മാത്രമല്ല, ആരോഗ്യ വകുപ്പിനും ഈ സർക്കാർ പ്രതിനിധികൾക്കും അത് ബോധ്യപ്പെട്ടു. പോലീസ് മർദ്ദിച്ചു എന്ന കാര്യം ഈ ആരോഗ്യ വകുപ്പിനും ഈ സർക്കാർ പ്രതിനിധികൾക്കും ബോധ്യപ്പെട്ടു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആ കാര്യം ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ മഹിജയുടെ പരാതി സ്വീകരിക്കാം, അതിനനുസരിച്ച് നടപടി ഉണ്ടാകുക എന്ന് പറഞ്ഞത് തന്നെ ആ സമ്മതം തന്നെ മഹിജയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായി. മഹിജയെയും മറ്റ് ആ സ്ഥലത്തുണ്ടായവരെയും മെഡിക്കൽ കോളേജ് തറവായിട്ട് എക്സാമിൻ ചെയ്ത് എക്സ്റേ എടുത്ത് അതിൻ്റെ ഇതെല്ലാം അത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമല്ലേ തീരുമാനമെടുക്കാൻ പറ്റൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും. അതാണ് തീരുമാനം. അവസാനിപ്പിക്കാം. വളരെ നാടകീയമായാണ് കഴിഞ്ഞ ഏതാണ്ട് 4 ദിവസമായി നടന്നു വന്ന സമരം. ജിഷ്ണുവിന്റെ കുടുംബം നടത്തി വന്ന സമരം. മഹിജയും സഹോദരൻ ശ്രീജിത്തും തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും ജിഷ്ണുവിന്റെ സഹോദരി അവിഷ്ണ ജിഷ്ണുവിന്റെ വസതിയിലും നടത്തി വന്ന സമരം, നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ നാടകീയമായി തന്നെ. വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചത് അംഗീകരിച്ചുകൊണ്ട് തന്നെ സർക്കാർ ധാരണയിൽ എത്തുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട എല്ലാ ആക്ഷേപങ്ങളിലും വളരെ കൃത്യമായി നേരത്തെ അഭിഭാഷകർ സൂചിപ്പിച്ചതുപോലെ 5-ന് മുമ്പും 5-ന് ശേഷവും എന്ന നിലയ്ക്ക് ഉണ്ടായ സംഭവങ്ങൾ ഒന്നൊന്നായി പരിശോധിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. അവിഷ്ണ കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുക. അമ്മ വിളിച്ചിരുന്നു. അമ്മ സമരം അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഞാനും അവസാനിപ്പിച്ചു. എന്താ അവിടുന്ന് എന്താ അമ്മാവൻ എന്താ പറഞ്ഞ? ഉറപ്പ് കിട്ടിയോ? അമ്മ എന്താ മോളെ പറഞ്ഞേ? സമരം പിൻവലിക്കുന്നു. ഇപ്പൊ എടുത്ത നടപടിയിലൊക്കെ തൃപ്തിയുണ്ടോ? എല്ലാം ശരിയായോ? നമ്മളെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ? മോളെ ഏട്ടന് നീതി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവിഷ്ണയാണ് ഇപ്പോൾ കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ടത്. തിരുവനന്തപുരത്ത് സമരം അവസാനിപ്പിച്ച ഘട്ടത്തിൽ ചർച്ച വിജയിച്ച സാഹചര്യത്തിൽ, ഒത്തുതീർപ്പുണ്ടായ സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കുന്നു എന്ന വിവരമാണ് അവിഷ്ണയും നൽകിയത്. അഡ്വക്കേറ്റ് ജയശങ്കർ, യഥാർത്ഥത്തിൽ ഇങ്ങനെ സമരം വിജയിപ്പിക്കാനായി ഇവർക്കാണ് വലിയൊരു ഗൂഢാലോചന, ബാഹ്യശക്തികൾ പുറത്ത് അണിയിച്ചൊരുക്കിയത് എന്ന് സർക്കാർ ഒന്നാകെ പരസ്യം ചെയ്ത് പറയുന്ന നിലയിൽ കേരളത്തെ ബോധ്യപ്പെടുത്തിയത്. വളരെ രാഷ്ട്രീയ പാർട്ടികൾ പോലും സമരങ്ങൾ വിജയിപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന കാലത്താണ് വളരെ ശക്തമായി തന്നെ പറഞ്ഞത്, ബോധ്യപ്പെടുത്തി ഒരു സമരം പൂർണ്ണതയിലെത്തിക്കാൻ ഏറെക്കുറെ അവർക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണോ? അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് മടങ്ങി വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഈ സംഭവങ്ങൾ, ഈ ദൃശ്യങ്ങൾ, അവർ പങ്കുവെച്ച ഓരോ കാര്യവും ഒന്നുപോലും ആവർത്തിക്കേണ്ടതില്ല. കാണുമ്പോൾ, കേൾക്കുമ്പോൾ ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? തീർച്ചയായിട്ടും മഹിജയും കൂട്ടുകാരും വീട്ടുകാരും നടത്തിയ സമരം, ആ സമരത്തിൻ്റെ ഒരു ആവശ്യത്തിന് നീതിപൂർവമായ ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. പ്രതികളെ പിടിക്കുക. ഇന്ന് വളരെ സാന്ദർഭികമായിട്ടോ യാദൃച്ഛികമായിട്ടോ അല്ലാതെയോ ഒരു പ്രതിയെ പിടിച്ചിരിക്കുന്നു.
പിന്നീട് ഗവൺമെൻറ് വളരെ അനുഭാവപൂർവ്വം കാര്യങ്ങൾ പരിഗണിച്ചു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിച്ചു. സീതാറാം യെച്ചൂരി അവരോട് സംസാരിച്ചു. അതിനേക്കാളുപരി പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ഒരു ഗവൺമെന്റിന് വരെ സമ്മതിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും ഗവൺമെന്റും പോലീസും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലീസിന്റെ ഭാഗത്ത് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആ പോലീസ് അവിടെ കാണിച്ച ഒരു ഷോ ഉണ്ടല്ലോ, ആ ഒരു ബലപ്രയോഗം, അതായിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന പ്രശ്നം. തീർച്ചയായിട്ടും ഗവൺമെന്റിനെ ആശ്വസിക്കാം, മഹിജിക്കും കുടുംബത്തിനും ആശ്വസിക്കാം, കൂടെ നിന്ന് സമരക്കാർക്കും ആശ്വസിക്കാം, എല്ലാവർക്കും ആശ്വസിക്കാവുന്ന, ഈവൻ പ്രതിപക്ഷത്തിനും ആശ്വസിക്കാവുന്ന ഒരു സ്ഥിതിയാണ് ഇന്നത്തെ സമരത്തിന്റെ അവസ്ഥ. ശ്രീ പി.സി. വിശ്വനാഥ്, ഇത്ര ദിവസങ്ങളൊന്നുമില്ലാതെ ആദ്യ ദിവസം തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതിനുശേഷം ആശുപത്രിയിലേക്ക് അവർ പോകുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഒരു ഫോൺ വിളി പോയിരുന്നുവെങ്കിൽ, CPM നേതൃത്വം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ദില്ലിയിൽ നിന്ന് യെച്ചൂരി വിളിച്ചതുപോലൊക്കെ അന്ന് തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ അവസാനിപ്പിക്കാമായിരുന്നൊരു പ്രശ്നമാണോ യഥാർത്ഥത്തിൽ ഇത്രയേറെ നീണ്ടുപോയത്? ഇപ്പോഴത്തെ ധാരണയും അവർ പറഞ്ഞതും ഒക്കെ കേൾക്കുമ്പോൾ പി.സി. വിശ്വനാഥിന്റെ പ്രതികരണം? അതാണ് ഒരു ന്യായമായൊരു പ്രശ്നം എത്ര വഷളാക്കി, ഖജനാവിന് ഒരു കാര്യമില്ലാതെ പരസ്യം കൊടുത്ത് എത്ര നഷ്ടം ഉണ്ടാക്കി, പാർട്ടിക്കകത്ത് ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കി. അത് പറയാൻ കാരണം ഇപ്പോൾ പോലീസ് അതിക്രമം ഉണ്ടായി എന്ന് ഇപ്പോൾ സമ്മതിച്ചിട്ടാണ് സമരം അവസാനിക്കുന്നത്. ഇത് പറഞ്ഞ ആളാണ് ശ്രീ MA ബേബി. പോലീസ് പരാക്രമം നടത്തി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു പോലീസ് പരാക്രമം നടത്തിയിട്ടില്ല. അപ്പോൾ PB മെമ്പർ തിരുത്തി പോലീസ് അങ്ങനെ വൈകാരികമായി പ്രതികരിച്ചതാണ്, പാർട്ടി പറഞ്ഞാണ് ശരി. കാനം രാജേന്ദ്രനോട് പ്രകാശ് കാരാട്ട് ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ പ്രതിപക്ഷമല്ല. കാനം രാജേന്ദ്രൻ ഇന്നിപ്പോൾ ഈ ഒത്തുതീർപ്പിലെത്തിയപ്പോൾ പോലീസ് അതിക്രമം ഉണ്ടായി, സാമാന്യ ബുദ്ധിയോടുകൂടി പോലീസ് പ്രവർത്തിക്കണം എന്ന് മാത്രമേ കാനം രാജേന്ദ്രൻ പറഞ്ഞിട്ടുള്ളൂ. DS അച്യുതാനന്ദനും പറഞ്ഞത് അതാണ്. അപ്പോൾ പ്രകാശ് കാരാട്ട് എടുത്ത നിലപാട് ഇപ്പോൾ മാറി. ഇന്ന് യെച്ചൂരി രാവിലെ എടുത്ത നിലപാട് ശരിയായി. ഒരു പാർട്ടിക്കകത്ത് എത്ര നിലപാടാണ്? സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കാര്യം പോട്ടെ, അതിനകത്ത് പണച്ചെലവില്ല. പക്ഷെ സർക്കാർ എടുത്ത നിലപാട് പിൻവലിക്കുമ്പോൾ അതിൽ പണച്ചെലവുണ്ടായിട്ടുണ്ട്. ആ പണം ആര് തിരിച്ചു കൊടുക്കും? ജനങ്ങളുടെ നികുതി പണമാണ്. അതാണ് ഇനി സർക്കാരിന് വിശദീകരിക്കേണ്ടതായി വരിക. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ ശ്രീജിത്ത് വിശദീകരിച്ച് ഈ പ്രശ്നത്തിൽ സർക്കാരിന് പോകാനാകുമോ? സർക്കാർ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ധാരണയാണോ ഇക്കാര്യത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്? മുഖ്യമന്ത്രി തന്നെ ഒരു രാഷ്ട്രീയ വിശദീകരണം ഇക്കാര്യത്തിൽ നൽകുന്നു, സർക്കാർ തന്നെ പരസ്യം നൽകുന്നു, അതാകെ തെറ്റാണ് എന്ന് സമ്മതിച്ചുകൊണ്ടൊരു ധാരണ ഉണ്ടാക്കുന്നു. അതിക്രമം ഉണ്ടായി, മഹിജയ്ക്ക് പരിക്കുപറ്റി, ഒരു ഗൂഢാലോചന ഇല്ല എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഒരു ഗൂഢാലോചന എന്ന വാദം തീർത്തും ദുർബലമാകുന്നു. ഈ അവസ്ഥയിൽ ഈ ധാരണ എത്തുമ്പോൾ സർക്കാരാണ് യഥാർത്ഥത്തിൽ ഇനി കൂടുതലായി ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരിക. അതിന് മറ്റൊരു പരസ്യം യഥാർത്ഥത്തിൽ ഇറക്കുന്നത് ഉചിതമായിരിക്കില്ലേ? തീർച്ചയായിട്ടും ഇവിടെ രാഷ്ട്രീയമായിട്ട് പല വിയോജിപ്പുകളുണ്ടെങ്കിലും ശ്രീ വിഷ്ണുനാഥ് പറഞ്ഞ അഭിപ്രായത്തോട് 101% യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞാണ് അതിൻ്റെ കാര്യം. ഗ്രാമ്യ ഭാഷയിൽ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന രീതിയിലാണെങ്കിൽ ഈ സൂചി കൊണ്ട് എടുക്കാവുന്ന തൂമ്പോട്ട് എടുക്കുക എന്ന് പറയും. ഇവിടെ തൂമ്പോട്ടുമല്ല JCB കൊണ്ട് എടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഏപ്രിൽ 4-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മഹിജയെ വിളിച്ച് ഈ സമരത്തിൽ നിന്ന് പിന്മാറണം, നിങ്ങൾക്ക് നീതി ഉറപ്പാക്കും, പ്രതികളെ അറസ്റ്റ് ചെയ്യും എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഏപ്രിൽ 5-ാം തീയതിയിലെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഏപ്രിൽ 6-ാം തീയതിയിലെ UDFന്റെ ഹർത്താൽ ഒഴിവാക്കാമായിരുന്നു. സർക്കാരിൻ്റെ പരസ്യം ഒഴിവാക്കാമായിരുന്നു. നമ്മുടെ ഈ ചർച്ച പോലും ഒഴിവാക്കാമായിരുന്നു. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ പരമമായ പിടിപ്പുകേടാണ്. ഒരു ചെറിയ കാര്യം, ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഫോൺ കോൾ കൊണ്ട് തീർക്കാവുന്ന കാര്യം, അല്ലെങ്കിൽ വേണ്ട MV ജയരാജനെ പറഞ്ഞയക്കുന്നു. ഏപ്രിൽ 5-ാം തീയതി ഇവർ DGPയുടെ ഓഫീസിൽ വരുമ്പോൾ DGP അവരെ വിളിച്ചിരുത്തി മാന്യമായിട്ട് സംസാരിക്കുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരെയും ഉടനെ പിടിക്കും, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, എല്ലാവർക്കും ശിക്ഷ വാങ്ങി കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ് തീരുമായിരുന്നു. അത് ഇത്ര വലിയ വഷളാക്കി, വലിയ ഘോരമായ സംഭവമാക്കി. ഇനിയിപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല. KM ഷാജഹാൻ, ഷാജിർ ഖാൻ മുതലായ ആളുകൾ ജയിലിൽ കിടക്കുകയാണ്. ഷാജിർ ഖാനെ സംബന്ധിച്ച് എന്തൊക്കെ ആ ഒത്തീർപ്പിലുണ്ടെന്ന് പറയുന്നു. ഷാജഹാന്റെ കാര്യം ഇപ്പോഴും കട്ടപ്പോയാണ്. ഈ ഷാജഹാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇതുപോലെ ചർച്ചകളിൽ പങ്കെടുക്കുന്നു, മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത യഥാർത്ഥ തെറ്റ്. അദ്ദേഹം അവിടെ സമരം കാണാൻ പോയതാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് പോയതുമല്ല. സമരം കാണാൻ പോയ ആൾ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ 120B അടക്കമുള്ള വകുപ്പുകൾ ചാർജ് ചെയ്തിരിക്കുകയാണ്. DGPയുടെ ഓഫീസ് ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ചു എന്ന് മറ്റുമായിരിക്കും ഇനി പോലീസിന്റെ ആരോപണം. ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞു. എന്ത് ഗൂഢാലോചന നടത്തി? ഇതൊക്കെ മഹാമര്യാദകേടാണ്, ഇതൊക്കെ ഭരണകൂട ഭീകരതയാണ്, അധികാര ദുർവിനിയോഗമാണ്. ഇനി പിന്നെ സർക്കാർ ഒരു പരസ്യം കൊടുത്തു, ആ പരസ്യം പിൻവലിച്ച് വേറെ പരസ്യം കൊടുക്കുമോ? എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ഇത് പരമമായ പിടിപ്പില്ലായ്മയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല. ഈ സമരത്തിന് വരുന്ന ആളുകളെ മർദ്ദിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അത് നിഷേധിക്കുന്നു, അത്
തെറ്റായി പോയി എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് പറഞ്ഞ വാക്ക് പിൻവലിപ്പിക്കുന്നു. പിൻവലിച്ചതിന് ശേഷം സർക്കാർ പഴയ നിലപാടിലേക്ക് പോകുന്നു. കുറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് എന്താണ് ഇതിന്റെ അർത്ഥം? ഇങ്ങനെ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എ വിജയരാഘവൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിജയരാഘവൻ, താങ്കൾ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലാണ് അല്പസമയം ഞങ്ങൾക്കൊപ്പം ടെലിഫോണിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അറിഞ്ഞിട്ടുണ്ടാകാം. എങ്കിലും ഒരിക്കൽ കൂടി, മഹിജയും അല്ലെങ്കിൽ ജിഷ്ണുവിന്റെ കുടുംബം നടത്തിവന്ന സമരം അവസാനിച്ചു, സർക്കാരുമായി ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വരെ പരസ്യമായി സർക്കാർ പറഞ്ഞിരുന്ന അതിക്രമം ഉണ്ടായിട്ടില്ല, വലിച്ചഴച്ചിട്ടില്ല, കൈകൊടുത്ത് ഉയർത്തി എഴുന്നേൽപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്ന വാദങ്ങളെല്ലാം സർക്കാർ തന്നെ ഇല്ല, അതൊന്നും ശരിയല്ല എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ധാരണ രൂപപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് നല്ല പരിക്കുപറ്റിയെന്ന് സമ്മതിക്കുന്നു. മറുഭാഗത്ത് ഗൂഢാലോചന, ബാഹ്യശക്തി ഗൂഢാലോചന എന്ന വാദം ദുർബലപ്പെടുന്നു. യഥാർത്ഥത്തിൽ കൊടുത്ത പരസ്യമടക്കം തെറ്റാണെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്ന വിധത്തിലാണ് ഒരു പ്രശ്നം ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നത്. കുറച്ചുകൂടി കരുതലോടുകൂടി ഇക്കാര്യങ്ങളെ സമീപിക്കാമായിരുന്നു. അത്തരം തെറ്റുകൾ സ്വയം വിമർശനപരമായി ഉൾക്കൊള്ളുന്നത് സർക്കാരിനും പാർട്ടിക്കും ഉചിതമാകില്ലേ? അല്ല, ഇതിലേക്ക് ഒരു സമരം നടക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമരം നടക്കുമ്പോൾ ഈ സമരവുമായി ബന്ധപ്പെടുത്തിയുള്ള പല കാര്യങ്ങളിലും വലിയ തോതിലുള്ള തെറ്റിദ്ധാരണജനകമായ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോ ഒരു ഇൻസിഡന്റ് നമ്മൾ പല ആവർത്തി TV-യിൽ കാണിക്കുമ്പോൾ തന്നെ ഒരു മിനിറ്റ് നേരം നടന്ന ഒരു സംഭവത്തെ TV-യിൽ നമ്മൾ അനേകം മണിക്കൂറുകൾ കാണിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു വൈകാരികമായ ഭാവം ഉണ്ടാവും. നമ്മളത് അതിന്റെ എല്ലാ ഭാഗം കൂടി വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഗവൺമെന്റ് അതുമായി ബന്ധപ്പെടുത്തിയ വസ്തുതാപരമായ ഒരു വിശദീകരണം കൊടുക്കുന്നു. അതൊരു ഭാഗമാണ്. മറ്റത് ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമമാണ്. ഇഷ്യൂ പരിഹരിക്കപ്പെടുകയാണ്. അതിനാണ് ഒന്നാം സ്ഥാനം. അങ്ങനെ വരുമ്പോ ഗവൺമെന്റ് ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഗവൺമെന്റ് വിട്ടുവീഴ്ച ഇതൊരു വിട്ടുവീഴ്ചയല്ല, സർക്കാർ വളരെ പരസ്യമായി പറഞ്ഞിരുന്നതിൽ പിശകുണ്ട് എന്ന് സമ്മതിക്കലാണ്. അപ്പോൾ ജനാധിപത്യപരമായ ഒരു സർക്കാരിനും പാർട്ടിക്കും ഏറ്റവും ഉചിതം പിഴവ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലഭിച്ച വിവരങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, അത് മാറുന്നു, തെറ്റുതിരുത്തുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അപാകത? അതല്ലേ കുറച്ചുകൂടി ആർജവം? പാർട്ടിക്ക് ഒരു പെശക് പറ്റിയാൽ പാർട്ടി അത് അംഗീകരിക്കുന്ന പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി നേതാവിനോട് ഞാൻ ചോദിച്ചത്. ഒരു ശരി ചെയ്യുമ്പോ, ഒരുപാട് ശരികൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് അല്ലറകളുടെ പെശകുകൾ. അത് അഡ്മിറ്റ് ചെയ്യാൻ പാർട്ടിക്ക് ഒരു പഠിക്കുക, അതിന്റെ തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് പാർട്ടിയുടെ കാര്യപരിപാടി കൂടി ഭാഗമാണ്. അതിലൊന്നും ഒരു പെശകുള്ള കാര്യമില്ല. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമരം ഒത്തുതീർപ്പാക്കണം. സമരം ഒത്തുതീർപ്പാക്കുമ്പോൾ ആ ഒത്തുതീർപ്പിന്റെ ഭാഗത്തിന് മുൻകൈ കൊടുക്കണം. ബാക്കിയൊക്കെ അതില് രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് ഈ വിഷയം പരിഹരിക്കപ്പെടുക, അതുമായി ബന്ധപ്പെടുത്തി ഒരു അമ്മയ്ക്കുണ്ടായിട്ടുള്ള വിഷമതകൾ, ഒരു കുടുംബത്തിനുണ്ടായിട്ടുള്ള അതീവ നമുക്ക് ആ ഭാഗം ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതാണ്. ശ്രീ വിജയരാഘവൻ, ദയവായി ഒന്ന് തുടരുക. ശ്രീ വിഷ്ണുനാഥ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആ അമ്മയുടെ ജീവൻ രക്ഷിക്കണം, ആ കുടുംബത്തിന്റെ സമരം, അതൊക്കെ പ്രധാനമാണ്. അത് അംഗീകരിക്കുമ്പോൾ തന്നെ, സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ, ശ്രീ വിജയരാഘവന്റെ മറ്റു വിശദീകരണങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് പരിശോധിച്ചാൽ വിഷ്ണുനാഥിന് ദഹിക്കുന്നതാണോ? അല്ല, ഇന്ന് ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എല്ലാം അംഗീകരിക്കാൻ കഴിയുന്നതാണ്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇങ്ങനെയൊന്നും ആകാതെ തന്നെ അംഗീകരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞ ശ്രീ വിജയരാഘവന്റെ ഒരു വാക്കിനെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വിട്ടുവീഴ്ചയല്ല. കാരണം വിട്ടുവീഴ്ച ചെയ്ത് അംഗീകരിക്കുകയാണെങ്കിൽ കുറ്റം ചെയ്യാത്ത പോലീസുകാർക്കെതിരെ സമരം തീർക്കാൻ വേണ്ടിയിട്ട് നടപടിയെടുത്ത് വിട്ടുവീഴ്ച ചെയ്തു. അങ്ങനെയല്ല. കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാരിനെ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെടുത്താൻ ആ കുടുംബത്തിനും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദത്തിനും ഇന്ന് അവരുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായ ചില ഇടപെടലുകൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന 1-ാം പേജിൽ എല്ലാ പത്രത്തിലും വന്നതാണ്. ചാനലുകളെല്ലാം വലിയ പ്രാധാന്യം കൊടുത്താണ്. അത് തന്നെ അതിന്റെ ഏതാണ്ട് ഒരു രൂപമാണ് പരസ്യമായിട്ട് വന്നത്. ടെലിഫോണിലായതുകൊണ്ടാണ് വിശ്വനാഥ്, അദ്ദേഹം ടെലിഫോണിലായതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു CPM വിശദീകരണം ഇതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൽ നിന്ന് വന്നതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിലേക്ക് വീണ്ടും. അടുത്തതായി ശ്രീ ജയശങ്കർ, ഇതൊരു വിട്ടുവീഴ്ചയാണ്, ഒരു സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള വിട്ടുവീഴ്ചയാണ് എന്ന ആർജവത്തെ ശ്രീ വിജയരാഘവൻ പങ്കുവെക്കുമ്പോൾ അതൊരു വിട്ടുവീഴ്ചയാണോ, സർക്കാരിന്റെ വിട്ടുവീഴ്ചയാണോ, അതോ സർക്കാർ ഒരു തെറ്റു മനസ്സിലാക്കിയുള്ള തിരുത്തലാണോ? അല്ല, സർക്കാർ തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയത് ഞങ്ങൾ ബോധ്യപ്പെട്ടു, അതിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തൽ നടപടിയാണ് എന്ന് പറഞ്ഞതെങ്കിൽ അതിന് ഒരു അന്തസ്സുണ്ടായിരുന്നു, ഒരു ആർജവം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി. പക്ഷേ
ഇപ്പോൾ തൽക്കാലത്തേക്ക് മഹിജയുടെയും മകളുടെയും സമരം അവസാനിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് മലപ്പുറത്ത് അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. ഞങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണ്. അത് അവരുടെ ഔദാര്യമായിട്ടാണ് ശ്രീ വിജയരാഘവൻ വ്യാഖ്യാനിക്കുന്നത്. തികച്ചു തെറ്റാണ്. ഒരിക്കലും അദ്ദേഹത്തെ പോലെ ഒരാളിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒത്തുതീർപ്പിനെ ഫലത്തിൽ അസാധുവൽക്കരിക്കുന്ന ഒരു നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. ഇപ്പോൾ സർക്കാർ, ശ്രീ പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ്, എം വി ജയരാജൻ, ഇവിടെ സ്റ്റേറ്റ് അറ്റോർണി സോഹൻ, ഇവരൊക്കെ വലിയ ത്യാഗം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഈ നിരപരാധികളായ പോലീസുകാരെ കൊലക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി. വിട്ടുവീഴ്ച ചെയ്തു. വിട്ടുവീഴ്ച അല്ല ഇത് സർക്കാർ തെറ്റ് സമ്മതിക്കുകയാണ് ചെയ്യേണ്ടത്. സർക്കാർ തെറ്റുപറ്റി. ശ്രീ വിജയരാഘവൻ, ഞങ്ങളുടെ പിഴയാണ്. താങ്കളുടെ വാചകത്തിൽ രൂക്ഷ വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. വിട്ടുവീഴ്ച എന്ന പ്രയോഗമാണ് താങ്കളിൽ നിന്ന് വരുന്നതെങ്കിൽ പോലും വലിയ അപകടം അതിൽ അടങ്ങിയിരിക്കുന്നു. അതല്ല, തെറ്റാണെങ്കിൽ ആ തെറ്റ് തിരുത്തുന്നു എന്ന് തുറന്നു പറയാൻ സർക്കാർ തയ്യാറാകണം. ഇതങ്ങനെയല്ല. നമ്മളൊരു സമരം ഒത്തുതീർപ്പാക്കുകയാണ്. ഉമ്മൻചാണ്ടി ഒത്തുതീർപ്പാക്കണ വരില്ല. എല്ലാ സമരവും ഉമ്മൻചാണ്ടി കഴിഞ്ഞ ഗവൺമെന്റിൽ ഒത്തുതീർപ്പാക്കിയിരുന്നു. ഞങ്ങളൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. ഞാനും സമരം ചെയ്തിട്ടുണ്ട്. സമരം ചെയ്താൽ അന്ന് തന്നെ നിവേദനം കൊടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി ചോദിക്കുന്നു, നമുക്ക് എങ്ങനെ ഒത്തുതീർപ്പാക്കുന്നത്? പിന്നെ ഒത്തുതീർപ്പാക്കും. പക്ഷെ പിറ്റേ ദിവസം മൂപ്പര് പറയും ആ സമരം പരാജയം എന്ന് പറയും, ആ ഒത്തുതീർപ്പ് നടപ്പിലാക്കും. അജാതി തട്ടിപ്പല്ല. സമ്മതിച്ചു. ശ്രീ വിജയരാഘവൻ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിലൊന്ന് CPM പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഒന്ന്, പോലീസ് അതിക്രമം ഉണ്ടായിട്ടുണ്ടോ? പോലീസ് അതിക്രമമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ മുൻ നിലപാട് ഇപ്പോൾ പാർട്ടിക്കും സർക്കാരിനും ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടോ? ഇതിലിപ്പോ ഇതെന്താ വെച്ചാല് ഒരു സമരം ഒത്തുതീരുകയാണ്. സമരം ഒത്തുതീരുമ്പോൾ സ്വാഭാവികമായിട്ടും സമരത്തിനിടയായ വിഷയങ്ങൾക്കൊപ്പം തന്നെ ഇതിൽ വിഷമത അനുഭവിച്ച് ആളുകൾ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് ശ്രമിക്കണം, അന്വേഷിക്കണം. ഇതൊക്കെ ഒരു സമരം ഒത്തുതീർപ്പാക്കുകയാണ് നമ്മള്. അതിനാണ് മുൻഗണന. അത് ഞാൻ പറഞ്ഞ വിട്ടുവീഴ്ച ചെയ്തു. അതുകൊണ്ടാണ് ശ്രീ വിജയരാഘവൻ, കൃത്യം ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒത്തുതീർപ്പ്, അല്ലാതെ ലോഹ്യം പറഞ്ഞുള്ള ഒത്തുതീർപ്പല്ല. രേഖാപരമായി എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ഒത്തുതീർപ്പാണ്. ആ ഒത്തുതീർപ്പിൽ ഇതിലെല്ലാം ഒരു നിലപാട് വരുന്നുണ്ട്. ശ്രീ വിജയരാഘവൻ, തുടക്കം മുതലേ ഗവൺമെന്റ് പറഞ്ഞു ഇവർക്ക് ഈ നമ്മുടെ ഈ ചർച്ചപത്രം അവര് രാഷ്ട്രീയമാണ്. നമ്മളെ എങ്ങനെയെങ്കിലും നമ്മൾ CPM-നെ ഉപദ്രവിക്കാൻ ഒരു പഴുത് കിട്ടുമെന്ന് അന്വേഷിക്കുക. അതിലെനിക്ക് വിരോധം കേട്ടോ. അത് ചെയ്യണം. നമ്മള് ഞങ്ങളെ വിമർശിക്കുന്നു സമ്മതിച്ചു. എന്നാൽ അത്രമേൽ CPM-നെ ഉപദ്രവിക്കണം അത്രമേൽ ആഗ്രഹിക്കാത്ത ഒരാളുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. ശ്രീ ജേക്കബ് ജോർജ്, ഇക്കാര്യത്തിൽ ശ്രീ വിജയരാഘവനാണ് ഒരു CPM വിശദീകരണം നമ്മുടെ മുമ്പിൽ ഉള്ളത്. ആ വിശദീകരണം താങ്കൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാവുന്നതാണോ? അല്ല, ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ സമരത്തെ പിന്തുണച്ചയാളാണ്. പോലീസിൻ്റെ അതിക്രമം തന്നെയാണ് എന്ന് ആദ്യം മുതൽ തന്നെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പിണറായി വിജയനെ ലക്ഷ്യമാക്കി പല കേന്ദ്രങ്ങളും ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ ഒരു സ്വാഭാവികമായ ബലപ്പെടുത്തും. അദ്ദേഹം അന്ന് നേരത്തെ ജയശങ്കർ ചൂണ്ടിക്കാട്ടിയ പോലെ മഹിജി ഒന്ന് ഫോൺ വിളി സംസാരിച്ചതിൽ പ്രശ്നം തീരുമായിരുന്നു. അദ്ദേഹം അതിന് തയ്യാറായില്ല. പോലീസിനെ ഇതാണ് ആ കാലത്ത് നടന്നത്. ഇന്നിപ്പോൾ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സർക്കാരും സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയും നയിക്കുന്ന പാർട്ടിയും ഇതുവരെ പറഞ്ഞതല്ല ആ ഒത്തുതീർപ്പിൽ എന്ന് ഏറെക്കുറെ ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടോ? അല്ല, ഒത്തുതീർപ്പായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒത്തുതീർപ്പ് തന്നെയാണ്. ആ ഒത്തുതീർപ്പിന്റെ ഒരു വിലയെയും അംഗീകാരത്തെയും നമ്മൾ അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത് അതിക്രമം ഉണ്ടായിട്ടില്ല, കൃത്യമായൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. ഇതൊക്കെ ഈ വക്കീലന്മാരും ഈ ശ്രീജിത്തും ഒക്കെ പറയുന്നതും ശ്രീ വിജയരാഘവൻ ഇപ്പോൾ പറയുന്ന വിശദീകരണവും വെച്ച് നോക്കിയാൽ പൊരുത്തക്കേടുകൾ ഒരുപാടാണ്. അല്ല, ഉദയഭാനുവും അഡ്വക്കേറ്റ് സോഹനും എന്ത് മാന്യമായിട്ടാണ് അവരുടെ ആ ഇടപെടലിന്റെ ഒരു ഭംഗി നോക്കിയേ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു സമരത്തിലും ഗവൺമെന്റിന് വേണ്ടി രണ്ട് സർക്കാർ അഭിഭാഷകർ വന്ന് ഒത്തുതീർപ്പ് ചർച്ച നടത്തേണ്ട ചരിത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ഇന്ന് കാനൻ രാജേന്ദ്രന്റെ ഇടപെടൽ ഗവൺമെന്റിന്റെ ഐക്യജനാധിപത്യ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു നല്ല മുഖമാണ് കാനൻ രാജേന്ദ്രൻ ഇന്ന് പ്രകടിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇതെല്ലാത്തിന്റെയും ആകത്തുകയാണ് അവസാനം പിണറായി വിജയൻ ആ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള നിലപാട് മാറിയെന്ന്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആദ്യ ചോദ്യത്തിൽ താങ്കളോട് ചോദിച്ചു, ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ശ്രീ വിജയരാഘവൻ പറഞ്ഞല്ലോ ഒത്തുതീർപ്പ് ഉണ്ടാവണം, വിട്ടുവീഴ്ച ചെയ്യണം, പ്രശ്നം അവസാനിക്കണം. അങ്ങനെ പ്രശ്നം അവസാനിക്കുമ്പോൾ എത്തിച്ചേരുന്ന ധാരണകൾ ഒരു നാണക്കേടായി സർക്കാരോ പാർട്ടിയോ കരുതേണ്ടതില്ല. കാരണം ജനങ്ങളോട് തുറന്ന് സംസാരിക്കുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവും അതിന്റെ സർക്കാരുമാണല്ലോ. പക്ഷേ ശ്രീ വിജയരാഘവന്റെ വാക്കുകളിൽ അത് തുറന്നു സമ്മതിക്കുന്നതിൽ എവിടെയോ ചില നാണക്കേട് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊരു പ്രശ്നമുണ്ടോ? നേരത്തെ താങ്കൾ തന്നെയാണ് പറഞ്ഞത് ഒരു നാണക്കേടും അങ്ങനെ വിചാരിക്കേണ്ടതില്ല. ഈ ധാരണയിൽ പുറത്തു വരുന്ന കാര്യങ്ങളെ സമീപിക്കുന്ന കാര്യത്തിൽ ശ്രീ വിജയരാഘവൻ പറഞ്ഞത് വെച്ച് നോക്കിയാൽ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, എനിക്ക് ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ശരത്ത് പറയാനുള്ളത്. ആദ്യം താങ്കൾ സൂചിപ്പിച്ചതുമാതിരി വ്യക്തിഗതമായൊരു നാണക്കേടൊന്നും ഇക്കാര്യത്തിൽ ആവശ്യമില്ല, ഒന്ന്. പിന്നെ മറ്റൊന്ന്, ഇവിടെ എന്താ സംഭവിച്ചത്? 4-ാം തീയതി മഹിജ ആവശ്യപ്പെട്ടത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. 2 പേരെ അറസ്റ്റ് ചെയ്തു പുതിയതായി.
ഒരാളുടെ അറസ്റ്റ് സർക്കാർ അംഗീകരിച്ചു, മറ്റേയാളിപ്പോൾ കസ്റ്റഡിയിലാണ്, അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പ്രവീൺ, ഈ നിലയ്ക്ക് 2 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മഹിജയുടെ ആവശ്യം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് 4-ാം തീയതി അവർ ആവശ്യപ്പെട്ടിരുന്ന കാര്യം അതാണ്. അതിനുശേഷം ദൗർഭാഗ്യകരമായ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഒക്കെ രംഗത്ത് വരുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച ചർച്ച നമ്മൾ അധികം സംസാരിക്കേണ്ട. കാരണം ഇപ്പോൾ നാം എല്ലാം കേട്ടുകൊണ്ടിരുന്ന ശ്രീ ഉദയഭാനു വിശദീകരിച്ച കാര്യമുണ്ടല്ലോ. ജേക്കബ് ജോർജ്, ഞാനും താങ്കളും ഒക്കെ കേട്ടതാണല്ലോ. അദ്ദേഹം അതിനകത്ത് എന്താ പറഞ്ഞത്? മഹിജയുടെ കംപ്ലൈന്റ് ഉണ്ടല്ലോ, മഹിജ കൊടുത്ത പരാതി, അതാണ് മുഖ്യമന്ത്രിയുടെ അന്തസ്സായിട്ട് അദ്ദേഹം പറഞ്ഞത്. മഹിജ കൊടുത്ത പരാതി പരിഗണിക്കും. അത് പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ വെറും വിഷ്വൽ മാത്രമല്ല, വിഷ്വൽസിന്റെ സഹായം മാത്രമല്ല അവിടെ ഉള്ളത്, മറിച്ച് ആ ദൃശ്യങ്ങളെ മാത്രം ആധാരമാക്കിയാണ് സർക്കാർ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, അവർക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടില്ല, IG-യുടെ റിപ്പോർട്ട് വന്നിട്ടില്ല, പോലീസ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നിരിക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതടക്കമാണ് ഇപ്പോൾ മാറുന്നത്. ശരത്തെ, അതടക്കം മാറുന്നു എന്നത് നിങ്ങളുടെ ഒരു വീക്ഷണമാണ്. ഞാൻ പറയുന്നത് ഇപ്പോഴും ആ കാര്യം പരിഹരിക്കപ്പെട്ടിട്ടില്ല. മഹിജയുടെ പരാതി പരിഗണനയ്ക്ക് എടുക്കുന്നു. പരിഗണനയ്ക്ക് എടുക്കുമ്പോഴാണ് മഹിജയെ സംബന്ധിച്ച് അവർ പറഞ്ഞതും മെഡിക്കൽ റിപ്പോർട്ടും ഒക്കെ പൊരുത്തപ്പെട്ട് വരികയാണെങ്കിൽ, പെർസിക്യൂട്ടഡ് എന്ന നിലയ്ക്കുള്ള നിഗമനത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അതാണ് സത്യത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഏകപക്ഷീയമായ റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ അങ്ങനെ ഇഴകീറുമ്പോൾ ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞു വെച്ചത് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. റൈറ്റ്. അതായത് ഈ ഒത്തുതീർപ്പിൽ അതിന്റെ ഒരു തലം എങ്ങനെയാണ്? നിർബന്ധിതമായ ഒരു ഒത്തുതീർപ്പിന് ആ കുടുംബത്തിന് വിധേയമാകേണ്ടതായി വന്നതായി PC വിഷ്ണുനാഥിന് തോന്നുന്നുണ്ടോ? മഹിജയുടെ പരാതി പരിഹരിക്കും എന്ന ഒരു പൊതുപ്രസ്താവത്തിൽ സർക്കാരിനെ വിശ്വസിച്ചും സർക്കാരുമായി അതിനപ്പുറത്തേക്കൊന്നും ചർച്ച ചെയ്യാതെയും അത്തരം നിയമപരമായ നടപടികളിലെല്ലാം ആയിക്കോട്ടെ എന്നുമാണ് ഈ പ്രശ്നം പരിഹരിച്ചതെന്ന് PC വിഷ്ണുനാഥ് കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. എന്തെങ്കിലും ഒരു ഗവൺമെന്റിന്റെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നതരായ നേതാക്കന്മാരുടെ വാക്കിലോ ഫോൺ കോളിലോ സാന്നിധ്യത്തിലോ അവരുടെ നിലപാടുകളിൽ മാറ്റം വന്നതായി ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് കാരണം മാധ്യമങ്ങളെ കാണുമ്പോൾ ശ്രീജിത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഇവിടെ അതിക്രമമുണ്ടായി എന്ന് ഇവരെ രണ്ടുപേരെയും ബോധ്യപ്പെടുത്താൻ, അതുമാത്രമല്ല ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് തന്നെ അവർ അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പിന്നെ അതിനകത്ത് അല്പം എനിക്കും തോന്നിയൊരു സംശയം, പിന്നീട് പറഞ്ഞ ശ്രീ ഉദയഭാനു അതിൻ്റെ എക്സ്റേയും മറ്റു കാര്യങ്ങളും പരിശോധിക്കും എന്നൊരു കാര്യം പറഞ്ഞതിനകത്ത് തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം രണ്ടുപേരുടെയും പ്രസ്താവനയിൽ കണ്ടു. പക്ഷേ ശ്രീജിത്ത് പറഞ്ഞത് വളരെ കൃത്യമാണ്, ഞങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീജിത്ത് വീണ്ടും പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, നിങ്ങളുടെ ഒപ്പം നിന്നവരെ ഉപേക്ഷിച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഇല്ല, ഞങ്ങളെ 2 ആളുകൾ ഞങ്ങളോട്ട് ബന്ധമുള്ളവരല്ല, ഷാജഹാനും സ്വാമിയും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഷാജർ ഖാനോടും ഭാര്യയോടും ഞങ്ങൾ സഹായം അഭ്യർത്ഥിച്ചവരാണ്. അവരുടെ ഗൂഢാലോചന പൊളിയാൻ പോവുകയാണ്, സത്യം പുറത്തു വരാൻ പോവുകയാണ് എന്ന് ശ്രീജിത്ത് വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു. രണ്ടാമത്തെ ഭാഗമാണിത്. അത് ഇവർ പറയുമ്പോൾ അതും ശരിയാവുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇവരുമായി ബന്ധമില്ല എന്ന് ഇവർ പറയുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്പിറസിയിൽ അഭിഭാഷകർ പറയട്ടെ 120B എങ്ങനെയാണ് ഷാജഹാൻ അട്രാക്ട് ചെയ്യുന്നത്? ഇനി അത് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇതിലൊരു പ്രശ്നം. പ്രധാനപ്പെട്ട പരാതിക്കാരെല്ലാവരും സെറ്റിലാവുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലൊരു വലിയ ശീലമുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോയി നിന്ന് കാണുന്നു. അങ്ങനെ കണ്ടു നിന്ന ഷാജഹാനും അല്ലെങ്കിൽ ആ വഴി പോയ തോക്കുസ്വാമിയും ചില വാട്സപ്പ് ദൃശ്യങ്ങളൊക്കെ വന്നു, വളരെ അകലെ ആ തോക്കുസ്വാമി നിൽക്കുന്നു എന്ന് പറയുന്ന ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം അകത്താകുന്നു. 120B പോലെയുള്ള വലിയ മഹത്തായ കുറ്റകൃത്യങ്ങൾ വകുപ്പുകൾ ചാർത്തി അവരകത്ത് കിടക്കുകയും ചെയ്യുകയാണ്. വളരെ വിചിത്രമായൊരു സാഹചര്യം ഇതിലുണ്ട് ഇപ്പോഴും. തീർച്ചയായിട്ടും അതാണല്ലോ ഇതിനകത്തൊരു രാഷ്ട്രീയം. ഇവിടെ മഹിജ എന്ന് പറഞ്ഞാൽ CPM അനുഭാവിയായിട്ടുള്ള ഒരു സ്ത്രീ, പഴയ SFI-കാരി, അവർ സമരത്തിന് വരുന്നു. അവരുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നു. അവർക്ക് സഹായത്തിന് വന്ന ഷാജർ ഖാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ SUCIയുടെ ഒരു പ്രവർത്തകൻ, ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തതിൽ ഒരു ന്യായമുണ്ട്. കാരണം അവർ DGPയുടെ ഓഫീസിൽ കയറി ചെല്ലാൻ ശ്രമിച്ചവരാണ്. എന്തോ ആകട്ടെ, ഇവിടെ മറിച്ച് സമരം കാണാൻ പോയ ആളാണ് ഷാജഹാൻ. അവിടെ സംഗതി വശാൽ അവിടെ എത്തിപ്പെട്ട ആളാണ് തോക്കുസ്വാമി എന്നറിയപ്പെടുന്ന ഹിമവൽ ഭദ്രാനന്ദ. ഇവരെ രണ്ടുപേരെയും കേസിൽ പ്രതിയാക്കിയതിന് യാതൊരു ന്യായവുമില്ല. ഹിമവൽ ഭദ്രാനന്ദ പണ്ട് ആലുവ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് തോക്കെടുക്കുകയോ വെടിവെക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്താണ്. കേസൊക്കെ വെറുതെ വിട്ടുപോയി, അതൊക്കെ വേറെ കാര്യം. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് സ്ഥിരമില്ല എന്നുള്ള എന്തോ ഫൈൻഡിങ്ങിലാണ് കോടതി വെറുതെ വിട്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോട്ടെ,
ഇവിടെ ഷാജഹാൻ ചെയ്ത തെറ്റെന്താണ്? ഷാജഹാൻ ചെയ്ത തെറ്റ് സർക്കാരിനെ നിരന്തരമായി വിമർശിക്കുന്നു എന്ന് മാത്രമല്ല, ലാവ്ലിംഗ് കേസ് കുത്തിപ്പോക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഷാജഹാൻ അല്ലാതെ ഒരു ക്രിമിനൽ കേസിലൊന്നും പ്രതിയായിട്ടുള്ള ആളല്ല. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റു ചാനലിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ കേസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സാധ്യതകൾ എങ്ങനെയാവും അഡ്വക്കേറ്റ് ജയശങ്കർ? അദ്ദേഹം അല്ല, ഇതിപ്പോ ക്രിമിനൽ ഗൂഢാലോചന പൊളിഞ്ഞല്ലോ. ഇനി ഷാജഹാൻ ആരുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്നാണ് നിങ്ങൾ പറയുന്നത്? മഹിജയുമായിട്ടും ആ പരിചയമില്ല, ശ്രീജിത്തുമായിട്ടും പരിചയമില്ല, ഷാജിർ ഖാനുമായിട്ടും അവർക്ക് ബന്ധമില്ല. പിന്നെ ഷാജഹാൻ സ്വന്തം ആരുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്നാണ്? ചന്ദ്രസ്വാമിയായിട്ട് ഗൂഢാലോചന നടത്തിയോ? അതോ തോക്ക് സ്വാമിയായിട്ട് ഗൂഢാലോചന നടത്തിയോ? അത് മറ്റു വല്ലവരുമായിട്ട് ഗൂഢാലോചന നടത്തി? എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് ക്രിമിനൽ കോൺസ്പിറസി എന്ന് വെച്ചാൽ? എന്താണ് ഇവരുടെ ധാരണ? അതിന് ചുരുങ്ങിയത് രണ്ടുപേരും ആണല്ലോ. ഒരാൾ വേറൊരാളുമായിട്ട് ആലോചിക്കുന്നതിനുള്ള ഗൂഢാലോചന എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് സ്വയമായിട്ട് ആലോചിക്കുന്ന ഗൂഢാലോചനയല്ല, അത് ഗൂഢാലോചനയുടെ നിർവഹണത്തിൽ വരികയുമില്ല. അപ്പോൾ ഇവിടെ ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ തികച്ചും അന്യായമായി നിയമവിരുദ്ധമായി പോലീസ് കസ്റ്റഡിയിൽ കഴിയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ സമാധാനം പറയണ്ടേ? മാത്രവുമല്ല, അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടാണ് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ വിഷുവും ഈസ്റ്ററും എല്ലാം ജയിലിൽ തന്നെ കഴിയണം. അതായത് ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ പിടിച്ച് ലോക്കപ്പിലാക്കിയ ഷാജഹാനെ തുറന്നുവിടാനും വയ്യ, അകത്ത് സൂക്ഷിക്കാനും വയ്യാത്ത അവസ്ഥയിൽ കേരള പോലീസ് എത്തി നിൽക്കുന്നു. തെളിവില്ല, മൊഴികളില്ല, യഥാർത്ഥത്തിൽ പ്രശ്നമാകെ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഇങ്ങനൊരു രസകരമായ ഒരു കാഴ്ച ഷാജഹാൻ എന്നുള്ളതോ തോക്കുസ്വാമി എന്നുള്ളതോ അല്ലെങ്കിൽ ഷാജിർ ഖാൻ എന്നുള്ളതോ എന്നുള്ളതല്ല. ഈ നിലയിലൊരു പ്രശ്നം കേരളത്തിന്റെ മുമ്പിൽ വളരെ അത്യപൂർവമാണ്. നേരത്തെ അന്ന് പോലീസ് ഈ മഹിജ എന്ന അമ്മ അവിടെ ചെന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനടുത്ത് ചെന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുന്ന സാഹചര്യം വന്നു. ആ സമയത്ത് പോലീസിന്റെ സമനില പെട്ടെന്ന് തെറ്റി. അങ്ങനെ പോലീസിന്റെ സമനില തെറ്റരുതായിരുന്നു. ഞാൻ കാണുന്ന പോലീസിന്റെ കുറ്റം അവിടെയാണ്. ആ സമനില തെറ്റിയത് ഈ ഷാജഹാനെയും തോക്കുസ്വാമിയെയും കണ്ടിട്ടല്ലേ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അവർ അറസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ സംശയം മാത്രമാണ്. എന്തോ ഷാജഹാനെ കണ്ടപ്പോൾ അവർക്ക് എന്തോ ഒരു സംശയം തോന്നി കാണും. ഏതോ ഒരു ഉദ്യോഗസ്ഥനെ, ആ ഉദ്യോഗസ്ഥനെ എനിക്കറിയാം, ആ ഒരാൾക്ക് സംശയം തോന്നി. അദ്ദേഹം പെട്ടെന്ന് സമനില തെറ്റുകയായിരുന്നു. അതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോയി. അതാണ് സംഭവിച്ചത്. ഉടനെ ഇവർ കയറി ഷാജഹാനെയും ഉളമ്പറക്കി വിടണമെന്ന് പോലീസുകാർക്ക്. ആരെയാണ് ജയശങ്കർ? സമനില തെറ്റിയ പോലീസ് തീർച്ചയായും അതിന്റെ അപമാനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സർക്കാരാണ്. പോലീസിന്റെ വിശദീകരണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടുകളും നടപടികളും. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ശരിക്കും മുഖ്യമന്ത്രിയുടെ നിലപാട് പോലീസിനെ സംരക്ഷിക്കുന്നതായിരുന്നു. ഏതായാലും വിഷ്ണുവും കൂടെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഞാൻ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നോട്ടെ. ജയശങ്കർ ഒറ്റ വാചകമേ ഉള്ളൂ. അതായത് പണ്ട് മുഖ്യമന്ത്രി കെ കരുണാകരൻ 94 അദ്ദേഹം രമൺ ശ്രീവാസ്തവയുടെ പേരിലാണ് പുറത്തു പോകേണ്ടി വന്നത്. ആ രമൺ ശ്രീവാസ്തവ ഒന്ന് സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കരുണാകരന് അന്നത്തെ അദ്ദേഹത്തിന്റെ കസയെ രക്ഷിക്കാമായിരുന്നു. ആന്റണി പക്ഷത്തിന്റെ ആക്രമണത്തിൽ രക്ഷപ്പെടാമായിരുന്നു എന്ന കാര്യം കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇത്തരം സാഹചര്യങ്ങൾ മറ്റ് സർക്കാരുകൾക്ക് ഈ നിലയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചത്. ഇവിടെ ഏറ്റവും അവസാനം ശ്രീ വിജയരാഘവൻ, ഇത് ഈ സർക്കാരിനെ വിലയിരുത്തുന്ന സർക്കാരിന്റെ ഒരു പിടിപ്പുകേടായി, പിടിവാശിയായി വിലയിരുത്തപ്പെടുന്നു. ഈ തീരുമാനങ്ങൾ കൂടി വരുമ്പോഴുണ്ടാകുന്ന ഒരു വിലയിരുത്തലാണ്. ഒന്ന്, അത് തന്നെയും ഇത് 3ഓ 4ഓ അവസരത്തിലാണ്. ഇപ്പോൾ ജേക്കബ് തോമസിന്റെ കാര്യം എടുത്താലും, ലോ അക്കാഡമി പ്രശ്നത്തിലായാലും, ഇപ്പോൾ ഇതിലായാലും ഒക്കെ ചില പിടിവാശികൾ, അതേ തുടർന്ന് പ്രശ്നങ്ങൾ വഷളാകുന്നു, അവസാനം പൊടുന്നനവേ മറ്റൊരു തരത്തിൽ തീരുമാനം ഉണ്ടാകുന്നു. ആ ഗണത്തിൽ ഇതിനെയും പെടുത്തുന്നു. മറ്റൊന്ന്, CPM-നുള്ളിൽ MM മണി മുതൽ കാരാട്ട് വരെയുള്ളവരെല്ലാം ഒരേ സ്വരത്തിൽ കൃത്യമായി സർക്കാരും CPM എടുത്ത നിലപാടാണ് ശരിയെന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ അവരാരും പക്ഷെ നേരിട്ട് ഇവരുടെ പരാതികൾ കേട്ടിരുന്നില്ല. ഇന്ന് സീതാറാം യെച്ചൂരി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നൊരു സാഹചര്യം വന്നതോടെ കാര്യങ്ങൾ മാറുന്നു. പിണറായി വിജയന്റെ ഒരു കോള്, മുഖ്യമന്ത്രിയുടെ ഫോൺ വിളി മഹിജയിലേക്ക് എത്തുന്നു. ഇതുവരെ എടുത്ത നിലപാടുകൾ മാറ്റി ഒത്തുതീർപ്പ്, താങ്കൾ പറഞ്ഞ പോലെ ഒരു വലിയ വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറാകുന്നു. ഇതാണ് രാഷ്ട്രീയമായും സർക്കാർ തലത്തിലും സംഭവിച്ച രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇതിനെ നമ്മൾ കണ്ടത് ഒരു വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം. അതിലെ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിലെ മാനുഷികമായ വിഷയം തന്നെയാണ്. നമ്മളെല്ലാവരും അതിൽ യോജിപ്പെടുന്നു. ആ ഒരു കുടുംബം, അതിലെ ഒരമ്മ, പിന്നെ ഈ മരിച്ചുപോയ കുട്ടിയുടെ വലിയച്ചി, അവരുടെ ഒരു മാനസിക വിഷമമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരനുഭവിക്കുന്ന ഒരു പ്രയാസത്തോട് എല്ലാവരും വളരെ അത് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇതിനകത്ത് അതിന്റെ ഇടയിൽ
പിന്നെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുന്നു, ബന്ധുകൾ പ്രഖ്യാപിക്കുന്നു, ആവർത്തിച്ച് നമ്മൾ ടിവികൾ രാഷ്ട്രീയമായിട്ട് തന്നെ പല മാധ്യമങ്ങളും അതിനെ ഇടതുപക്ഷ വിരുദ്ധമാക്കാൻ ശ്രമിക്കുന്നു. പിണറായി വിജയനെ മാത്രം ഒറ്റപ്പെടുത്തിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ തന്നെ നടന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ മുകളിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വിശേഷിച്ച് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അത് നടത്തി നമുക്കത് ഈ സമരം ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ബാക്കി അതിന്റെ പോസ്റ്റ്മോർട്ടം, അതായത് അത്തരമൊരു ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്ന് ഇതിനിടയിലും നടക്കുന്നുണ്ടായിരുന്നു എന്നല്ലേ ശ്രീ വിജയരാഘവൻ പറഞ്ഞു വന്നത്? സ്വാഭാവികമായിട്ട് നടക്കും. ശ്രീ വിജയരാഘവൻ, താങ്കൾ പറഞ്ഞു വന്നത് ഈ തർക്കങ്ങളും ഈ വാർത്തകളും വിവാദങ്ങളും പ്രശ്നങ്ങളും സംഘർഷവും ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും CPM ഇതിനിടയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ അവരുമായി വല്ലാതെ ശ്രമിച്ചിരുന്നു എന്നല്ലേ പറഞ്ഞു വന്നത്? അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുക. സർക്കാരല്ല, CPM. സർക്കാരും CPM ഒക്കെ ചെയ്യും. നമ്മുടെ എല്ലാ യെച്ചൂരിയുടെ ഇടപെടലും ആ നിലയിൽ തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഞാൻ പറഞ്ഞത് കാരാട്ടടക്കം ഒരു പൊസിഷൻ പരസ്യമായി സ്വീകരിച്ചതിന് ശേഷം പ്രതിപക്ഷത്തല്ല നിങ്ങളെന്ന് CPI-യോട് പോലും പറയുന്നു. ബേബി പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നു. പക്ഷേ ഇന്ന് ഉച്ച കഴിഞ്ഞ് യെച്ചൂരി നേരിട്ട് ഇടപെടുന്നു. അതടക്കം CPM ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിൽ നിന്ന് ഭിന്നവുമാണ് പ്രകടമായി തന്നെ. ശ്രീ വിജയരാഘവൻ, അതിൽ ഭിന്നതയില്ല. എന്താ അറിയോ, പാർട്ടി നിലപാടിൽ നിന്ന് ഉള്ള ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി ദോഷമുണ്ടാക്കുന്ന ഏത് തരം പ്രവർത്തനങ്ങളെയും സ്വാഭാവികമായിട്ടും നമ്മൾ തള്ളിപ്പറയേണ്ടി വരും. അതിൽ സംശയമൊന്നുമില്ല. അത് നമ്മൾ തള്ളിപ്പറയേണ്ടി ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകൈ എപ്പോഴും ഉണ്ടാവേണ്ടി വരും. അതിൽ വിട്ടുവീഴ്ചയും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതിൽ നമുക്ക് പെശക് പറ്റിയോ തീർച്ചയായും ശ്രീ വിജയരാഘവൻ, ഞാൻ ഈ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ഏതായാലും ഒരു കാര്യം ശ്രീ വിജയരാഘവന്റെ വാചകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ഇക്കാര്യത്തിൽ ആവർത്തിച്ച ആക്ഷേപങ്ങളും വിമർശനങ്ങളും ബാഹ്യശക്തികളും ഗൂഢാലോചനയും കൈപിടിച്ചുയർത്തലും പോലെയുള്ള വിശദീകരണങ്ങളുടെ ആവർത്തനം ഒരുപക്ഷെ സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഇക്കാര്യത്തിൽ ആ കുടുംബത്തിന് നേരെ ഉണ്ടാകില്ല. പക്ഷേ മാന്യമായ ഒത്തുതീർപ്പിലേക്ക് പോകുന്നു. തുറന്ന മനസ്സോടെ, ആദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തുറന്ന മനസ്സോടെയുള്ള സമീപനം പ്രതീക്ഷിക്കാം എന്ന പ്രത്യാശയോടെ പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. ശ്രീ വിശ്വനാഥ്, ശ്രീ ജയശങ്കർ, ശ്രീ ഭാസുരേന്ദ്രബാബു, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ എ വിജയരാഘവൻ, വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചത്.